ബി.ജെ.പിയെ നേരിടാൻ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം പര്യാപ്തമാണോ? കുറച്ചു നാളുകളായി ഇന്ത്യയിൽ മുഴങ്ങിക്കേൾക്കുന്ന രാഷ്ട്രീയ ചോദ്യം ഇതാണ്. മറ്റേതെങ്കിലും ജനാധിപത്യ രാജ്യമാണെങ്കിൽ ജനകീയ പ്രശ്നങ്ങളിൽപ്പെട്ട സർക്കാർ തന്നെ നിലം പൊത്താനുള്ള സാഹചര്യം നിലവിൽ ഇന്ത്യയിലുണ്ട്. അത് നീറ്റും CBSE പരീക്ഷയും മുതൽ ഇന്ധന വിലവർധനമടക്കം വരും. പക്ഷേ കേന്ദ്രം നടത്തുന്ന എല്ലാ ജനദ്രോഹ നടപടികളെയും എതിർക്കേണ്ട കോൺഗ്രസ് കുറ്റകരമായ മൗനം തുടരുകയാണ്. എക്സാണ് ഏറ്റവും വലിയ തെരുവെന്ന് കരുതി അവിടെ മാത്രം എഴുത്തുപോരാട്ടം നടത്തുകയാണ് രാഹുൽ. ഈ സംഭവങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ പ്രമുഖ ചരിത്ര രാഷ്ട്രീയ എഴുത്തുകാരൻ രാമചന്ദ്ര ഗുഹ രാഹുലിന്റെ രാഷ്ട്രീയത്തെ നിശിതമായി വിമർശിക്കുകയാണ്. ദ ടെലഗ്രാഫിൽ എഴുതിയ ദീർഘലേഖനത്തിൽ ബി.ജെ.പിയുടെ കടുത്ത വിമർശകനായ രാമചന്ദ്ര ഗുഹ ബി.ജെ.പിയെ എതിർക്കുന്നതിൽ പരാജയപ്പെട്ട രാഹുലിനെ കൃത്യമായി കാണിക്കുന്നു. സമീപകാലത്ത് രാഹുൽ ഗാന്ധി രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ വിശ്വാസ്യത വർദ്ധിപ്പിച്ചത് ഭാരത് ജോഡോ യാത്രയിലൂടെയായിരുന്നു. എന്നാൽ ആ വിശ്വാസ്യത അതുപോലെ കാത്തു സൂക്ഷിക്കാൻ രാഹുലിനായില്ല. വർഷങ്ങളായി ബി.ജെ.പി കോൺഗ്രസിനെതിരെ പ്രയോഗിക്കുന്ന പ്രധാന ആയുധം കുടുംബാധിപത്യമാണ്. അതിനെ മാറ്റി നിർത്താൻ പോലും കോൺഗ്രസ് തയ്യാറാകുന്നില്ല. ഇരട്ട സീറ്റിൽ മത്സരിച്ച് രാഹുൽ ഒഴിവുവെച്ച വയനാട് സഹോദരി പ്രിയങ്കയ്ക്ക് നൽകിയതോടെ വിശ്വാസ്യത വീണ്ടും ഇടിഞ്ഞെന്ന് ഗുഹ ചൂണ്ടിക്കാട്ടുന്നു. കോൺഗ്രസ് നടത്തുന്ന പൊതുപരിപാടികളുടെ വൈരുദ്ധ്യങ്ങളും ശ്രദ്ധേയമാണ്. ഭരണഘടനയുടെ 75ാം വാർഷികത്തിൽ കോൺഗ്രസ് സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്തത് സോണിയാഗാന്ധി ആയിരുന്നു. അതൊരു നിർബന്ധ ബുദ്ധിയായിരുന്നു. അവർ വരുന്നതോടെ ഇതേ ഭരണഘടന പച്ചയായി ലംഘിക്കപ്പെട്ട അടിയന്തരാവസ്ഥയുടെ ഓർമ്മകളും കയറി വന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മെച്ചപ്പെടുത്തിയ കോൺഗ്രസിന്റെ നില ഇപ്പോൾ പലയിടത്തും പരിങ്ങലിലാണ്. ഗുജറാത്ത്, മധ്യപ്രദേശ്, ഹരിയാന എന്നിവിടങ്ങളിലൊന്നും ഇപ്പോൾ കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം പോലും ശരിയായി പ്രവർത്തിക്കുന്നില്ല. 2008 രാഹുൽ കോൺഗ്രസിന്റെ സംഘടനാ ചുമതലകൾ ഏറ്റെടുക്കുന്നത്. അന്ന് ദേശീയ തലത്തിൽ കോൺഗ്രസിന് 1204 MLA-മാരുണ്ടായിരുന്നു. ഇന്നത് 676. ബി.ജെ.പിയുടെ വിദ്വേഷപൂർണമായ ഭരണത്തിനെതിരെ പ്രതിരോധം ആഗ്രഹിക്കുന്നവരുടെ പ്രത്യാശയായി മാറാൻ രാഹുൽ ഗാന്ധിക്ക് ഒരിക്കലും കഴിയുന്നില്ലെന്ന് രാമചന്ദ്ര ഗുഹ വിലയിരുത്തുന്നു. അതിന് അദ്ദേഹം പറയുന്ന പ്രധാന കാര്യങ്ങൾ ഒന്ന് അച്ചടക്കക്കുറവാണ്. കാര്യങ്ങളുടെ ഗൗരവം തിരിച്ചറിയാനുള്ള ശേഷിക്കുറവും അനുഭവ പശ്ചാത്തലത്തിന്റെ അഭാവവും രാഹുലിന്റെ രാഷ്ട്രീയത്തിൽ ഉടനീളമുണ്ട്. SIR പോലുള്ള വിഷയങ്ങൾ ഏറ്റെടുക്കുന്നതിന് ആദ്യം കാണിച്ച ശൂരത്വം പിന്നീട് ഒരിക്കലും ഉണ്ടായില്ല. രാഹുൽ നടത്തിയ ഒരൊറ്റ സമരത്തിനും തുടർച്ചയില്ല. വോട്ട് ചോരി മുദ്രാവാക്യം ഉന്നയിച്ച് ദിവസങ്ങൾക്കുള്ളിൽ രാഹുൽ പോയത് യൂറോപ്പിലേക്കും ലാറ്റിൻ അമേരിക്കയിലേക്കുമാണ്. 22 വർഷത്തെ രാഹുലിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഒരേയൊരു കഠിനാധ്വാനം ഭാരത് ജോഡോ യാത്ര മാത്രമാണ്. നിരന്തരം കാണിക്കുന്ന ജസ്റ്റർ ഗിമ്മിക്കുകൾ രാഹുലിന് നൽകിയത് കോമാളി പരിവേഷമാണ്. കടലിൽ ചാടലും പാചകം ചെയ്യലും ഡൗൺ ടു എർത്ത് പരിപാടിയല്ല, മറിച്ച് മറ്റ് രാഷ്ട്രീയക്കാർക്ക് ചിരിക്കാനുള്ള വക മാത്രമാണ്. അനുഭവ സമ്പത്ത് രാഹുലിന് ആർജിക്കാമായിരുന്നു, പക്ഷെ കിട്ടിയ അവസരം പോലും ഉപയോഗിച്ചില്ല. 2004 ആദ്യമായി MP ആകുന്ന രാഹുലിന് 10 വർഷത്തെ UPA ഭരണമുണ്ടായിരുന്നു. മന്ത്രിയാകാനുള്ള അവസരം ലഭിച്ചിട്ടും അതിന് വിസമ്മതം പ്രകടിപ്പിച്ച് മാറി നിന്നത് ഭരണപരമായ മികവ് ജനങ്ങളെ കാണിക്കാനുള്ള അവസരത്തെ ഇല്ലാതാക്കി. നെഹ്റു കുടുംബത്തോടുള്ള കോൺഗ്രസിന്റെ ആജീവനാന്ത വിശ്വസ്തത ഒരു രാഷ്ട്രീയ ഭാരമാണ്. ആ ഭാരം ഇന്നവരെ കടുത്ത മൗനത്തിലേക്ക് വഴിതിരിച്ചുവിടുന്നു. രാഹുലിനൊപ്പം ഉയർത്തിക്കൊണ്ടുവരുന്ന പ്രിയങ്ക എന്ന ബിംബവും തരുന്നത് സമാന ഫലമാണ്. 2022 പ്രിയങ്ക ഗാന്ധി നേരിട്ട് നേതൃത്വം നൽകിയ UP തെരഞ്ഞെടുപ്പിന്റെ ഫലം കോൺഗ്രസ് വോട്ടുകളെ 2.27% വോട്ടിലേക്ക് താഴ്ത്തി എന്നത് മാത്രമാണ്. സംഘപരിവാർ ഭരണം സത്യത്തിൽ ഇന്ത്യ എന്ന റിപ്പബ്ലിക്കിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സകല മേഖലയിലും പടർന്നുകയറിയ വർഗീയതയും വിഭാഗീയ ചിന്തയും രാജ്യത്തെ തന്നെ മൂടിയിരിക്കുകയാണ്. അതിനെ ഫലപ്രദമായി പ്രതിരോധിക്കേണ്ട കോൺഗ്രസ് ഇപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ്. രാഹുലും പ്രിയങ്കയും സോണിയയുമെല്ലാം ഒരു അനുഗ്രഹമാണ്. പിന്നെയും രാജ്യത്തെ മുടിക്കാൻ നടക്കുന്ന മോദി ഷാ BJP സഖ്യത്തിന്റെ മൗനാനുഗ്രഹം.